നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ബാർകോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് SPR സുകേശനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. നടപടി ബിജു രമേശുമായി ചേർന്ന് സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കാൻ നീക്കമെന്ന് പിണറായി വിജയൻ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. നിശബ്ദരായിരിക്കാൻ കഴിയില്ല എങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷത്തോട് ഗവർണർ. You have to allow me to do my constitutional duty. Please, either you sit quiet or you are free to go out. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമെന്ന് ഗവർണർ. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. ലൈംഗികാരോപണങ്ങളുടെ വിശദാംശം മുദ്രവച്ച കവറിൽ സരിത സോളാർ കമ്മീഷന് നൽകി. ആര്യാടൻ മുഹമ്മദ് അപമര്യാദയായി പെരുമാറിയെന്ന് സരിതയുടെ കുറിപ്പ്. ശ്രീധരൻ നായരിൽ നിന്ന് കിട്ടിയ പണത്തിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഉന്നതരുടെ ടെലിഫോൺ വിളികൾക്ക് സ്ഥിരീകരണം. മന്ത്രിമാരും MLA-മാരും പട്ടികയിൽ. എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുതെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആചാരങ്ങളിൽ ഇടപെടാൻ പാടില്ല. മുസ്ലിം വ്യക്തി നിയമം സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. MS ധോണി നയിക്കും. സാഫ് ഗെയിംസിന് ഗുവാഹട്ടിയിൽ തുടക്കം. വിശദമായി. ബാർകോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SPR സുകേശനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബിജു രമേശുമായി SP സുകേശൻ ഗൂഢാലോചന നടത്തിയ ശേഷമാണ് ബിജു രമേശ് കൂടുതൽ മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്തിയതെന്ന് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. SPR സുകേശനുമായി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ മന്ത്രിമാർക്കെതിരെ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചതെന്നും ബിജു രമേശ് കോടതിയിൽ സമർപ്പിച്ച ശബ്ദരേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുമായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയത്. ഈ ശുപാർശ അംഗീകരിച്ച ആഭ്യന്തരമന്ത്രി SPR സുകേഷിനെതിരെയും ബിജു രമേശിനെതിരെയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സുകേഷൻ SI ആയിരുന്ന കാലം മുതൽ തന്നെ അറിയാമെന്നും സൗഹൃദപരമായിട്ടാണ് സുകേഷൻ മൊഴിയെടുത്തതെന്നും ബിജു രമേശ് ശബ്ദരേഖയിൽ പറയുന്നതായി വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. താൻ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒന്നും പുറത്തു പറയാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ബിജു രമേശ് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നും സുകേഷൻ പറഞ്ഞതായും ശങ്കർ റെഡ്ഡി വ്യക്തമാക്കുന്നു. സംഭാഷണങ്ങൾ ബിജു രമേശും സുകേഷനും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്നതാണെന്നാണ് ശങ്കർ റെഡ്ഡിയുടെ പുതിയ കണ്ടെത്തൽ. കുറ്റപത്രം നൽകാൻ തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും സാക്ഷികൾ പിന്മാറിയാലും കുറ്റപത്രം നൽകുമെന്നും സുകേഷൻ പറഞ്ഞതായി ബിജു രമേശ് ശബ്ദരേഖയിൽ പറയുന്നുണ്ടെന്നും ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ കൃത്രിമമാണെന്ന് പറഞ്ഞ വിജിലൻസ് ഡയറക്ടറാണ് ഇപ്പോൾ ശബ്ദരേഖ വിശ്വസനീയമായ തെളിവാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാണിക്കെതിരായ തുടരന്വേഷണ റിപ്പോർട്ടിലാണ് ശബ്ദരേഖ കൃത്രിമമാണെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരുന്നത്. കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്ന കോടതി ഉത്തരവ് പോലും പാലിക്കാതെയായിരുന്നു വിജിലൻസ് മാണിയെ കുറ്റവിമുക്തനാക്കി തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നും ബാറുടമകളുടെ ശബ്ദമാണോ CD-യിലുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും വിജിലൻസ് കോടതി ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ പുറപ്പെടുവിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ വിജിലൻസ് ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം SPR സുകേഷൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കാണുക. തെളിവ് നിയമത്തിലെ 65B വകുപ്പ് പ്രകാരം ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടുള്ളതിനാൽ ഇത് തെളിവല്ലെന്നും അതുകൊണ്ട് കോടതി പറഞ്ഞ പോലെ ശാസ്ത്രീയമായ പരിശോധനയുടെ ആവശ്യമില്ലെന്നും ശബ്ദരേഖ പൂർണ്ണമായും നിരാകരിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് ശബ്ദരേഖയിലെ ചില ഭാഗങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മന്ത്രിമാർക്ക് കോഴ നൽകിയെന്ന ബാറുടമകളുടെ ശബ്ദരേഖ തെളിവല്ലാതാവുകയും മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെതിരായ ശബ്ദരേഖ തെളിവായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇരട്ടത്താപ്പാണ് ബാർകോഴയുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖയിൽ വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ബാർകോഴ കേസിൽ തനിക്കും പാർട്ടിക്കുമെതിരെ നടന്ന ഗൂഢാലോചനയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്ന് KM മാണി. ഗൂഢാലോചനയിൽ കനത്ത വില നൽകേണ്ടി വന്നത് തനിക്കാണ്. ബാറുടമകളും SP സുകേശനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ തനിക്ക് ധൃതിയില്ലെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. അത് കേരള കോൺഗ്രസിനെയും എന്നെയും തകർക്കാൻ വേണ്ടി നടത്തപ്പെട്ടൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് എനിക്കതിൻ്റെ ഉത്തമ ബോധ്യമാണ്. ഏതായാലും അതിനെപ്പറ്റി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നല്ല വ്യക്തമായിട്ട് ഈ ഗൂഢാലോചന. മന്ത്രിസഭയെ തകർക്കണം, മദ്യ നിരോധനം നടത്തിയ അതിന് തീരുമാനമെടുത്ത മന്ത്രിസഭയ്ക്കെതിരെ അവർ തിരിഞ്ഞു, മദ്യലോബി തിരിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ വാസ്തവത്തിൽ അതിന് വില കൊടുക്കേണ്ടി വന്നത് എനിക്കാണ്. അവരെ എന്നെയും കേരള കോൺഗ്രസിനെയും നശിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു.
ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ഉദയഭാനു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, VS സുനിൽകുമാർ MLA, ജോസഫ് M പുതുശ്ശേരി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. അനന്തരാമൻ സ്വാമിയുടെ പാലട നൈപുണ്യം ഇനി നിങ്ങളുടെ വീട്ടിലും. റെഡി ടു സെർവ് പായസം ഫ്രം വിനായക. വെഹിക്കിൾ ലോണും പേഴ്സണൽ ലോണൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. UAE എക്സ്ചേഞ്ച്. ആദ്യം ശ്രീ ജോസഫ് M പുതുശ്ശേരി, സർക്കാരിനെതിരെ SP R സുകേശൻ ഗൂഢാലോചന നടത്തി എന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. എന്ത് ഗൂഢാലോചനയാണ് SP R സുകേശൻ സർക്കാരിനെതിരെ ബിജു രമേശുമായി ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നൊന്ന് വിശദമാക്കാമോ? അതിനെക്കുറിച്ചൊക്കെ അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ആരോപണത്തിൻ്റെ മുമ്പിൽ ഗൂഢാലോചനയുണ്ട്. ഈ അന്വേഷണത്തിൽ ദുരുദ്ദേശപരമായ സമീപനമുണ്ട്. അത് നിയമവിരുദ്ധമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞങ്ങൾ നിരവധി തവണ ഉന്നയിച്ച കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ജോസഫ് M പുതുശ്ശേരി, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടല്ലോ സംസ്ഥാന സർക്കാർ. അതിനെ കെ മാണി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിഞ്ഞു? എന്താണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയുന്നതിന് ആധാരമായ തെളിവ്? നികേഷിന്റെ ചോദ്യത്തിലെ കെണി എനിക്ക് മനസ്സിലായി. തുടക്കത്തിൽ അത് പറഞ്ഞല്ലോ. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ആമുഖമായി പറയാൻ ആ കെണിയിലേക്ക് ഞാൻ പോകാൻ സമയമായിട്ടില്ല. ആ കെണി എന്റെ കയ്യിലുണ്ട്. ശ്രീ ജോസഫ് M പുതുശ്ശേരി, താങ്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് മലയാള മനോരമ പത്രമടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വരാൻ പോകുന്നു എന്ന്. അതിന് ആധാരമായി അവർ എഴുതി ചേർത്ത മൊഴി, CD-യിലെ വാചകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ CD-യിലെ വാചകങ്ങൾ ഒരു അന്വേഷണത്തിലേക്ക് നീളുന്ന തരത്തിലൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി ശ്രീ ജോസഫ് പുതുശ്ശേരി ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടാവുമല്ലോ. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. അല്ല, അന്വേഷണത്തെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും നടത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നെ നിരാശപ്പെടുത്തല്ലേ ശ്രീ ജോസഫ് പുതുശ്ശേരി? താങ്കൾ കുറെ കൂടി നല്ല വാദങ്ങൾ ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ താങ്കളൊന്നും പറയുന്നില്ല. ഇതിനകത്ത് വരുന്ന വരികളൊന്നും തന്നെ ഒരു സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മറ്റത് വേറെയുണ്ട്. ഏത് ഈ SP R സുകേശൻ്റെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ഈ CD പരിശോധിക്കാൻ പാടില്ല. ഞാനത് മാറ്റിവെക്കുന്നു. അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിലാകാം. പക്ഷേ ഇന്ന് പത്രങ്ങളിൽ വന്ന ശ്രീ ബിജു രമേശ് 2014 ഡിസംബർ 31 കൊച്ചിയിൽ ചേർന്ന ബാർ ഹോട്ടൽ ഉടമകളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു അന്വേഷണത്തിലേക്ക് നീളുമെന്ന് താങ്കൾ വാദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ വാചകവും എടുത്ത് പരിശോധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ താങ്കളോട് ആ ചോദ്യം ചോദിച്ചത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച അന്വേഷണത്തെ സംബന്ധിച്ച വിവരങ്ങൾ അങ്ങനൊരു നിഗമനത്തിലെത്താൻ അന്വേഷണ ഏജൻസിയെ പ്രേരിപ്പിച്ചിരിക്കുന്നതൊക്കെ അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഏതായാലും പുറത്തു വന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ മന്ത്രിമാർക്കെതിരായി ആക്ഷേപം പറയണം, പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില റിപ്പോർട്ടുകളാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രകടമായൊരു കാര്യം ഓർക്കേണ്ടതുള്ളത്, ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് വളരെ നേരത്തെ കൊടുത്ത DGPക്ക് കൊടുത്ത ഒരു പരാതിയിൽ പറയുന്നുണ്ട്, ബിജു രമേശിന്റെ പിണയാളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശൻ. അയാൾ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നു, കൃത്രിമമായ തെളിവുകൾ വേണം എന്നാവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി കൊടുത്ത പരാതികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്വേഷണത്തിന്റെ വഴികളിൽ അന്വേഷണ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല എന്ന് നിയമം വ്യക്തമായി അനുശാസിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. താങ്കൾ പറഞ്ഞല്ലോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് സുകേശന്റെ തുടരന്വേഷണ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത്, ആ വാചകം വായിക്കണമെന്ന് തോന്നുമെങ്കിൽ മാത്രമേ അത് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ.
that to be the position of law, the present device and the sound clipping and the CD do not at all satisfy the above requirement, and further the forensic examination of the said device would reveal that the same had been subjected to manipulation, and it cannot be said that the certificate in tune with section 65B cannot be produced by any person so that the contents can be supported. The absence of such legal contingency, the present electronic device cannot be made use of an evidence to supplement or corroborate or oral version of Sri Biju Ramesh or other witness എന്നാണ്. ഈ CD ആകെ തന്നെയും മെമ്മറി കാർഡ് ആകെ തന്നെയും മൊബൈൽ റെക്കോർഡിംഗ് സംവിധാനം ആകെ തന്നെയും അന്വേഷണത്തിന് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തുടരന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നു. അതാണ് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ CD എടുത്തിട്ടാണ് സുകേശനെതിരെ ഒരു കേസുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശോധന ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. ഇനി അതിലുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്ന വിജിലൻസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ശുപാർശ ചെയ്ത മൊഴി എന്ന് പറയപ്പെടുന്ന ഭാഗം ഇന്നൊരു പക്ഷേ എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ പോലും ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ശ്രീ ജോസഫ് അമ്പൂശ്ശേരിയോട് ചോദിച്ചത്. ജോസഫ് അമ്പൂശ്ശേരി അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിക്കോളും എന്നാണ് പറയുന്നത്. ഇങ്ങനെ എങ്ങനെയാണ് ഒരു അന്വേഷണം സാധ്യമാവുക? അല്ലെങ്കിൽ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? അത് ഇത് തീർത്തും അനാവശ്യവും പ്രയോജനരഹിതവുമായ അന്വേഷണമാണ് ഇന്ന് സുകേഷിനെതിരെ ഉത്തരവായിരിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഒരു CD, ആ CD തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മുൻപ് സർക്കാർ നിലപാടെടുത്തു, അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇപ്പോൾ അതേ CD ടാമ്പർ ചെയ്യപ്പെട്ടു, കൃത്രിമത്വം കാണിച്ചു എന്നൊക്കെ ആരോപിക്കപ്പെട്ട CD, ആ CD-യിലുള്ള ചില പരാമർശങ്ങൾ, അതിൽ സുകേഷിന്റെ വർത്തമാനമൊന്നുമില്ല. ഇന്ന് മനോരമയിൽ വന്ന റിപ്പോർട്ടിന്റെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു നവവത്സരത്തിന്റെ തലേന്ന് ബാർ അസോസിയേഷൻ എറണാകുളത്ത് സമ്മേളിക്കുന്നു. അവരുടെ പല വർത്തമാനങ്ങൾ, അതിൽ ഏതോ ആവശ്യത്തിന് വേണ്ടി, ശരിയാകാം തെറ്റാകാം, ബിജു രമേശ് നടത്തിയ സംഭാഷണമാണ് ഈ CD-യിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ഗൂഢാലോചന ആരോപിക്കാൻ കഴിയുക? അത് എപ്രകാരമാണ് അന്വേഷണം തെളിയിക്കാൻ കഴിയുക? അത് വ്യക്തമല്ല. സുകേഷിന്റെ തന്നെ അന്വേഷണത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റിന് സ്വീകാര്യമാകുന്നു, അടുത്ത ഭാഗം സ്വീകാര്യമല്ലാതാവുന്നു. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. അന്വേഷിക്കേണ്ടതായ പലതും അന്വേഷിക്കാതിരിക്കുന്ന സർക്കാരും പോലീസും ഇവിടെ തീർത്തും അനാവശ്യമായ പ്രയോജനമില്ലാത്ത ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതിലൂടെ തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥയാണ് പ്രകടിപ്പിക്കുന്നത്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇപ്പോൾ സോളാർ ബാർ 2 കോഴ ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് മേൽ പെരുമഴ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ തെളിവുകൾ വരുന്നു, പുതിയ മൊഴികൾ ഉണ്ടാകുന്നു, ചില മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരുന്നു, ചില മന്ത്രിമാർ രാജിവെച്ച് വീട്ടിൽ പോകാനിരിക്കുമ്പോൾ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ സാഹചര്യമെല്ലാം ഒരുക്കുന്നതിന് വേണ്ടിയാണ് SNC ലാവ്ലിൻ കേസിൽ ഇത് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇതിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഗൂഢാലോചന നടത്തി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ള മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. കേരള കോൺഗ്രസ് എം അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ഗൂഢാലോചന തിയറിയുണ്ട്. ആ ഗൂഢാലോചന റിപ്പോർട്ട് ആ സമിതി കെ മാണി എന്ന പാർട്ടി അധ്യക്ഷന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് പുറത്തു വിട്ടാൽ പോരെ? ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ ആ റിപ്പോർട്ടിൽ അതുണ്ടാവുമല്ലോ. ഇതിനേക്കാൾ വിശ്വസനീയത അതിനല്ലേ? നികേഷ്, ഞങ്ങളിത് എത്രയോ തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടേതായ ലെവലിൽ ഒരു അന്വേഷണം നടത്തി ഞങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് തൽക്കാലം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കെതിരായി നടന്ന ഗൂഢാലോചനയുടെ ചുവരുകൾ നിവർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും സന്തോഷകരമായ കാര്യം. ആദ്യത്തെ ചോദ്യത്തിന് താങ്കൾ കുറെ കൂടി കൃത്യമായ മറുപടി പറയണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് ശഠിച്ചത്. താങ്കൾക്ക് അതിന് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. താങ്കളെ വാശി പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ ഞാൻ പാർട്ടി റിപ്പോർട്ട് എടുത്തിട്ടത്. പാർട്ടി റിപ്പോർട്ട് താ, ഞങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ പാർട്ടി റിപ്പോർട്ട് തരികയുമില്ല, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയുകയുമില്ല.
നിങ്ങൾക്ക് അവിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത്തരത്തിലുള്ള ധാരാളം വിശ്വസിപ്പിക്കാനാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി ഞാൻ ആവശ്യപ്പെടുന്നത്. ആ പാർട്ടി റിപ്പോർട്ടിനെ കുറിച്ച് കെ എം മാണി തുടർച്ചയായി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നിലെ കിങ് പിൻ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ്. ആ കിങ് പിന്നിനെ ചൂണ്ടിക്കാണിക്കാൻ ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിട്ടാ പോരെ? ഞാൻ പറഞ്ഞല്ലോ നികേഷ്, ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നികേഷ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചാൽ ഉടൻ ഞാനത് പറയും എന്ന് നികേഷ് തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾക്കെതിരായ ബോധപൂർവമായ കെ എം മാണിയെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും തകർക്കാൻ ബോധപൂർവമായ ഗൂഢാലോചനകൾ നടന്നു. അതിൻ്റെ പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചു. അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നുള്ള പരാതികൾ ഉയർന്നു വന്നല്ലോ. ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റിന്റെ പരാതി, അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പോകുന്നത്. പിന്നെ ഈ കാര്യത്തിലെ സത്യാവസ്ഥ എന്താ എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ അന്വേഷണമേ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ വിളറി പിടിക്കുന്നത് എന്തിനാണ്? കാരണം സുകേശനെ സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ടാവാം. കാരണം സുകേശനെ പിന്നെ പിന്നിൽ നിന്ന് സുകേശനെ വിശ്വസിക്കുന്നില്ല. ഇവിടെ സുകേശൻ ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്താണ്? വസ്തുതാ റിപ്പോർട്ട് ആദ്യം സുകേശൻ കോടതിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഇല്ലിക്കാടൻ പറയുന്നു ഈ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. അന്വേഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ആ CD-യുടെ കിടപ്പ്, ആ മെമ്മറി കാർഡുകളുടെ കിടപ്പ് എന്നും അത് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ തള്ളിക്കളയാമെന്നും മുൻകോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ സുകേശൻ റിപ്പോർട്ട് എഴുതി മാണിയെ രക്ഷിക്കുന്നു. മാണിയെ രക്ഷിച്ച സുകേശനാണ് എതിരെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്ന നിലയിൽ നിങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും സുകേശനെ വിശ്വസിക്കുന്നില്ല, ഇവിടെ ആരും സുകേശനെ അവിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഞാൻ ആധാരമാക്കി ഒരു കെണി ഉണ്ടാക്കുന്നു എന്നുള്ള ധാരണ വിജിലൻസ് റിപ്പോർട്ടിലെ ഈ പരാമർശമാണെങ്കിൽ അത് ഞാൻ മാറ്റിവെച്ചു. നിങ്ങൾ പറഞ്ഞാൽ മതി. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കൾ വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്, നിരവധി തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുതിർന്ന നേതാവാണ്. പത്രമാധ്യമങ്ങളിലൂടെ വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ തന്നെയും അങ്ങനെ ഒരു വാചകം താങ്കൾക്ക് ചൂണ്ടിക്കാണിച്ച് ഈ വാചകത്തിൻ്റെ പേരിൽ സുകേശനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടാമെന്ന് താങ്കൾക്ക് സ്ഥാപിക്കാനാകുമോ ഈ ചർച്ചയിൽ? ഞാൻ പിന്നെ നികേഷിനോട് പറയട്ടെ, ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. നികേഷ് തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. വിജിലൻസ് മാണിസാറിനെതിരായ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച 2 റിപ്പോർട്ടുകളിലും കെ എം മാണി കുറ്റക്കാരനാണ് എന്ന നിഗമനത്തിലെത്തിയിട്ടില്ല. ആദ്യത്തെ റിപ്പോർട്ടിലും സുകേശൻ നൽകിയ ആദ്യത്തെ റിപ്പോർട്ടിലും അങ്ങനെ ഒരു പരാമർശമില്ല. ദേവിയത് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന തരത്തിൽ അങ്ങനെ 25 ലക്ഷം കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട് എന്ന് ആദ്യത്തെ വസ്തുതാ റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കാൻ അനുവദിക്കുക. അങ്ങനെ വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന ഒരു പരാമർശവുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ ശിക്ഷയാണല്ലോ. 25 ലക്ഷം രൂപ കെ എം മാണി കോഴ വാങ്ങി എന്ന് തെളിഞ്ഞു എന്ന് സുകേശൻ വസ്തുതാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അതുകൊണ്ടാണ് സുകേശൻ തകിടം മറിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആധാരമായി ബിജു രമേശിന്റെ 2014 ഡിസംബർ 31 CD-യിലെ ഒരു വാചകം ശ്രീ ജോസഫ് എം പുതുശ്ശേരി കേരള കോൺഗ്രസ് എമ്മിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ വാചകം കൊണ്ട് തന്നെ സുകേശൻ ഗവൺമെന്റിനെതിരെ ബിജു രമേശുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന് ഒരു വാചകം ഒന്ന് ഉദ്ധരിച്ച് പറഞ്ഞാൽ പോരെ? താങ്കളുടെ മുമ്പിൽ മലയാള മനോരമയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരാൻ പറയാം അവിടെ നിന്ന്. അല്ല, അത്രയൊന്നും ക്രോസ് വിസ്താരത്തിന്റെ കാര്യം ഇക്കാര്യത്തിൽ ഇല്ലല്ലോ. ഇന്ന് വന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായി ബിജു രമേശും പിന്നെ സുകേശനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. അതിപ്പം പുതിയ കാര്യം മാത്രമല്ലല്ലോ. നേരത്തെ അതിന് റെക്കോർഡിക്കലായി നേരത്തെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നേരത്തെ ഉന്നയിക്കപ്പെട്ട പരാതികളുണ്ട്. ഈ പരാതികളിൽ നിന്നൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സുകേശനെ നിയന്ത്രിച്ചിരുന്ന പല ആളുകളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. ആ തരത്തിൽ അന്വേഷിച്ചിട്ട് പോലും കെ എം മാണിക്കെതിരെ
തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം അങ്ങനെ നിൽക്കുകയാണ്. തുടരന്വേഷണത്തിന് വിജിലൻസ് കോടതി പറഞ്ഞു. വിജിലൻസ് കോടതി പറഞ്ഞ കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്തി. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നപ്പോഴും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ താങ്കളെ മറികടന്ന് സംസാരിക്കുകയാണ് എന്ന് താങ്കൾക്ക് ഇനിയും വാദിക്കാൻ കഴിയും. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഗുണകരമായ ഒരു കാര്യവും താങ്കൾ പറയാതിരിക്കുമ്പോൾ എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. തുടരുക ദയവായി. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ ഇന്ന് പത്രങ്ങളിലും ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ടെലിവിഷൻ ചാനലുകളിലും വന്ന വാർത്തയാണ് സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ് എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിയതായി അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പും വന്നിരിക്കുന്നു. എനിക്കറിയാം താങ്കൾ ബിജു രമേശിൻ്റെ അഭിഭാഷകനാണ് എന്ന്. പക്ഷേ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സ്വന്തം കക്ഷി എത്ര ദുർബലനാണ് എന്ന് താങ്കൾ പരിശോധിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എന്താണ് ബിജു രമേശിനോട് ഈ ഭാഗം നമുക്ക് ഇത്തിരി അപകടമായിട്ടുണ്ട് എന്ന് പറയുക? അങ്ങനെ ഒരു ഭാഗം താങ്കൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് വളരെ സഹായകരമായിരിക്കും. മറിച്ചൊരു ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതല്ല, ഒരു ബിജു രമേശിനെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലൊരു ഡെവിൾസ് അഡ്വക്കേറ്റിൻ്റെ റോൾ എടുത്ത് ഏതെങ്കിലും ദൗർബല്യമുള്ള ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ശ്രീ നികേഷ്, തുടക്കത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ശ്രീ സുകേശൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലുടനീളം അതിൽ കുറ്റാരോപണ വിധേയനായിരുന്നത് ശ്രീ കെ മാണി സാറാണ്, നമ്മുടെ മുൻ നിയമമന്ത്രി. ആ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പോലും ശ്രീ സുകേശൻ ഇതുപോലെ കുറ്റകരമായിട്ടുള്ളൊരു ഗൂഢാലോചന നടത്തിയെന്ന് ഈ കുറ്റാരോപിതരായിട്ടുള്ള ശ്രീ മാണി സാറിനോ ഇതിനെ നിയന്ത്രിക്കുന്ന വിജിലൻസ് സംഘത്തിന് ഒരു പരാതിയും ഒരു ഘട്ടത്തിൽ ഉയർന്നിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ സുകേശന്റെ അന്വേഷണ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഫാക്ച്വൽ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന CD പരിശോധിച്ചിട്ടില്ല എന്നൊരു ന്യൂനത അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനുബന്ധ റിപ്പോർട്ട് എന്ന നിലയിൽ ശ്രീ വിൽസൺ പോള് ഇത് പരിശോധിക്കുകയും ഇത് കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് അവസാന അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ശ്രീ സുകേശൻ ഈ ശ്രീ വിൽസൺ പോള് ശേഖരിച്ച ഈ CDയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടെ ചേർത്താണ് ഈ കെ മാണി സാറിനെതിരെ കുറ്റം നിൽക്കില്ല എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കണമോ വേണ്ടതെന്നുള്ള തർക്കം വന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമപരമായി ഇത് നിലനിൽക്കുകയില്ല എന്ന് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ കോടതി മുമ്പാകെ അറിയിച്ച കാര്യമാണ്. 2, ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് പത്രങ്ങളിൽ വന്ന ഒരു കാര്യം വെച്ചിട്ട് ഈ വാർത്തയ്ക്ക് 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ആയുസ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന വാർത്ത വെച്ചിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ സുകേശൻ എന്നോട് വളരെ മര്യാദയായിട്ടാണ് പെരുമാറിയത്. അദ്ദേഹം എനിക്ക് കഴിക്കാൻ ചായ തന്നു. അതോടൊപ്പം തന്നെ കേസിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ 4 മന്ത്രിമാർ ഇതിന് അഴിമതിക്ക് വിധേയരായവരുണ്ട്, ഞങ്ങൾ പണം കൊടുത്തവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ളത് ഈ ഒരു അന്വേഷണമാണ്, അത് നിങ്ങൾ മറ്റു വേദികളിൽ പറയണം. നയചാതുരിയോടുകൂടി അന്വേഷണം നടത്തുന്ന ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും ചെയ്യുന്ന നടപടിക്രമങ്ങൾക്കപ്പുറം ഈ ശ്രീ സുകേശൻ എന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ചെയ്ത വസ്തുതാപരമായ മറുപടി തരുന്നില്ല. പക്ഷേ ഇവിടെ ഇതേ ജോസഫ് എം പുതുശ്ശേരി തന്നെ SP.R. സുകേശന്റെ അന്വേഷണ രീതിയെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെയും രേഖാമൂലം പരാതിപ്പെട്ടിട്ടുണ്ട്. 1. 2, കെ ബാബു ആരോപിച്ചിട്ടുള്ളത് V. ശിവൻകുട്ടിയുടെ വീട്ടിൽ കോടിയേരി പങ്കെടുത്തൊരു യോഗം നടന്നു എന്നാണ്. ആ യോഗത്തിൽ സുകേശൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോണ്ടെക്സ്റ്റിൽ അത് ഉദ്ധരിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ പന്തികേട് ഈ അന്വേഷണത്തിൻ്റെ ആകെഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം ആശങ്കപ്പെട്ടിരുന്നു. അത് അന്വേഷണത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത് ആകമാനെ ഒരു ഗൂഢാലോചനയാണ് എന്നതിനെ സംബന്ധിച്ച് വേറൊരു കോൺസ്പിറസി തിയറി ഉണ്ട്, അതങ്ങ് മാറ്റിവെക്കുക. പക്ഷേ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജോസഫ് എം പുതുശ്ശേരി രേഖാമൂലം സുകേശനെതിരെ പരാതി നൽകിയത് സംബന്ധിച്ച് ബിജു രമേശുമായി ഒത്തുകളിക്കുന്നു എന്ന് തന്നെയായിരുന്നു അതിൻ്റെ കണ്ടന്റ്. ശ്രീ നികേഷ്, ഇപ്രകാരം ഒരു പരാതി ഉണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിചാരണ കോടതിയിൽ പറഞ്ഞോ? ഇല്ല. ഹൈക്കോടതി മുമ്പാകെ ഈ സീസറിന്റെ ഭാര്യ എന്നൊക്കെയുള്ള പരാമർശം ഏറ്റുവാങ്ങി പോരേണ്ട ഘട്ടം വന്നല്ലോ, ആ കോടതിയിൽ പറഞ്ഞോ?
അവിടെയും പറഞ്ഞില്ല. അപ്പോൾ ഉന്നത നീതിപീഠത്തിൽ പറയാൻ അവസരങ്ങൾ ഉണ്ടായപ്പോൾ പറയാതിരിക്കുകയും അസംബ്ലി തുടങ്ങുന്നതിന്റെ തൊട്ട് തലേന്നാണ് ഒരു പത്രക്കുറിപ്പിലൂടെയും അല്ലെങ്കിൽ ചോർത്തിയ ഒരു വാർത്തയിലൂടെ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് ശ്രീ നികേഷ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ സുകേശൻ, അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള 2 ADG, ഒരു ADGPയും ഒരു ഡയറക്ടർ IPS ഉദ്യോഗസ്ഥരും ശ്രീ വിൻസനും പോൾ, ഇവര് പരിശോധന നടത്തിയിട്ടുള്ളതാണ്. ആ പരിശോധനയിൽ ഒന്നും തന്നെ ഇതിൽ കുറ്റകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പ്രാഥമികമായിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാസറ്റിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും മറ്റ് ഇതര തെളിവുകളെ സംബന്ധിച്ചും കോടതി മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി, നിയമപരമായിട്ടുള്ള ഒരു കീറി മുറിച്ചുള്ള പരിശോധന നടന്നു. ആ പരിശോധനയിലാണ് ശ്രീ കെ എം മാണിക്കെതിരെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിരവധി തെളിവുകൾ ഇനിയും അനാവരണം ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ആ ഏരിയകളിലേക്ക് അന്വേഷണം വ്യാപകമാക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് വിചാരണ കോടതി ഉത്തരവിട്ടത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ ശ്രീ സുകേശന്റെ റിപ്പോർട്ട് തങ്ങൾക്ക് ദോഷകരമാകുമെന്ന് ഭയന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് ഒരു പാർട്ടി സംവിധാനം കയ്യിലുള്ള ഭരണ പങ്കാളിത്തമുള്ള നിങ്ങൾക്ക് കഴിയുന്നില്ല? ഉദാഹരണത്തിന് ഇപ്പോൾ SP.R. സുകേശൻ, ബിജു രമേശ്, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലിരുന്ന നേരത്തെ ഉള്ള ഉദ്യോഗസ്ഥൻ ഡോക്ടർ ജേക്കബ് തോമസ് IPS, അതിനു മുകളിൽ ഉള്ള ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ഈ കോൺഗ്രസിലെ കിങ് പിൻ, ഇതൊക്കെ വെച്ചൊരു തിയറി ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടെ ഭംഗിയായി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന വിധത്തിൽ നേരിടാൻ കഴിയില്ലേ? ഇതൊക്കെ അവിശ്വസനീയമാണ്. ഇങ്ങനെ ഈ കുട്ടികളെ പിന്നിപ്പറിച്ച പോലുള്ള ചില കാര്യങ്ങൾ തെളിവുകളായി നൽകുക, അല്ലെങ്കിൽ അത് ഒരു അന്വേഷണമായി രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് വിശ്വസിക്കാനാവില്ല. ശ്രീ ജോസഫ് എംപുശ്ശേരി, നിങ്ങൾക്ക് കഴിയും കുറച്ചുകൂടി അധ്വാനിക്കുക, കുറച്ചുകൂടി കഷ്ടപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഒരു തിയറി ഉണ്ടാക്കാൻ കഴിയും, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയും, ഒരുപക്ഷെ കുറച്ചുകൂടി പുകമുറ സൃഷ്ടിക്കാൻ കഴിയും. ഞങ്ങൾക്കുള്ള നികേഷിന്റെ ഉപദേശത്തെക്കുറിച്ച് എനിക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഔത്സുക്യത്തെക്കുറിച്ച് അതിനേക്കാൾ സന്തോഷമുണ്ട്. അത് ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ഇവിടെ പിന്നെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉദയഭാനു വക്കീൽ പറഞ്ഞ ഒരു കാര്യത്തോട് അദ്ദേഹം പറഞ്ഞു പരാതി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നത് നല്ലതാണ്, പക്ഷേ വസ്തുതാപരമായ നിഷേധം പറഞ്ഞാൽ എങ്ങനെയാണ് ശരി? പരാതി കൊടുത്തു, 2 ഘട്ടങ്ങളിൽ ഞാൻ പരാതി കൊടുക്കുകയും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. 1. 2, ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു തരത്തിലും പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പരാതിപ്പെടേണ്ട കാര്യം, ഞങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റീസിൻ്റെ മുമ്പാകെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ ബന്ധപ്പെട്ട അതോറിറ്റീസ് അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് തന്നെ രേഖാമൂലം DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സുകേശൻ ബിജു രമേശിൻ്റെ പിണിയാളാണ്, അദ്ദേഹവുമായി ഒത്തുകളിക്കുന്നു, അദ്ദേഹത്തിന് അനുകൂലമായി മൊഴി പറയണം എന്ന് ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് രേഖാമൂലം കൊടുത്ത മൊഴി എല്ലാ മാധ്യമങ്ങളിലും വന്നതല്ലേ? എല്ലാ മാധ്യമങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. ഇതൊന്നും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. തെറ്റാണ്. തുടരന്വേഷണത്തിന് വിജിലൻസ് കോടതി അന്വേഷണ ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുകേശൻ തന്നെ തുടരന്വേഷണം നടത്തി വിജിലൻസ് കോടതിയുടെ മുമ്പിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. 16-ാം തീയതി അത് പരിഗണിക്കാനിരിക്കുകയാണ്. കോടതി അക്കാര്യം വിലയിരുത്തട്ടെ. അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉദയഭാനു വക്കീലിനെ പോലെയുള്ള ഒരാൾ ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 16-ാം തീയതി വിജിലൻസ് കോടതി അത് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പം ഇതുമായി ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. സുനിൽകുമാർ MLA ചാനലുകൾക്ക് മുന്നിൽ ഒരു അലക്കലക്കിക്കോ, എന്താണ് ആ അലക്ക്? 4 മന്ത്രിമാർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞേക്ക് എന്ന് ബിജു രമേശിനോട് പറയുന്നു. ബിജു രമേശ് അത് പുറത്ത് കാത്തിരിക്കുന്ന ടെലിവിഷൻ മാധ്യമങ്ങളോട് പറയുന്നു. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. രാഷ്ട്രീയ ഗൂഢാലോചനയായി അത് സ്വാഭാവികമായും പരിണമിക്കുന്നു. എന്തിനാണ് ഒരു വിജിലൻസ് SP.R. സുകേശനെ പോലെ ഒരാൾ ആ കേസിലെ പരാതിക്കാരനായ ഒരാളോട്
4 മന്ത്രിമാരുടെ പേര് കൂടി വിളിച്ചു പറഞ്ഞോളൂ, അങ്ങനെ ഒരു അലക്കലക്കിക്കോ എന്ന് പറയുന്നത്? നികേഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവരിപ്പോൾ ഈ കേസറ്റ് തെളിവായി സ്വീകരിച്ച് സുകേഷിനെതിരെ പിന്നെ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ വെച്ചിരിക്കുകയാണല്ലോ. KM മാണിയെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി ഇതേ CD തന്നെ അടിസ്ഥാനരഹിതമായ തെളിവാണെന്നും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗം വായിച്ചു, അതിനെക്കുറിച്ച് നിരവധി നിയമ വിദഗ്ധരായ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ റിപ്പോർട്ട് പിൻവലിച്ച് മാണിക്കെതിരെ കൂടെ കേസെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണ്. അവരിപ്പോൾ ആ റിപ്പോർട്ട് പിൻവലിക്കാൻ ഈ ഡയറക്ടർ തയ്യാറുണ്ടോ? ആ ഡയറക്ടർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത്, താങ്കൾക്ക് അറിയാമല്ലോ ശ്രീ വി എസ് സുനിൽകുമാർ, ഒരു റിപ്പോർട്ട് കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ കൊടുത്താൽ ഇതിന്റെ നിയമപ്രക്രിയ അവിടെ അവസാനിക്കുന്നില്ല. റിപ്പോർട്ട് കൊടുത്തു എന്നാൽ കോടതി അത് വാങ്ങി വെക്കുക എന്നുള്ളതല്ലല്ലോ. വസ്തുതാ വിവര റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇല്ലിക്കാടൻ അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു തുടരന്വേഷണം നടത്തുമെന്ന്. തുടരന്വേഷണം നടത്തിയ വീണ്ടും ഇല്ലിക്കാടൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഇല്ലിക്കാടൻ തീരുമാനിക്കുമ്പോഴാണ് ആ നിയമത്തിൻ്റെ വൃത്തം പൂർത്തിയാവുക. അതുകൊണ്ട് ഈ പറയുന്ന തുടരന്വേഷണ റിപ്പോർട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സുകേശനോ വിജിലൻസ് ഡയറക്ടറോ അല്ല, അതിനപ്പുറത്ത് വിജിലൻസ് കോടതി തന്നെയാണ്. അതിന്മേൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സുകേശൻ കൊടുത്ത തുടരന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് നമുക്കറിയാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ആ ചർച്ച നടത്തുന്നില്ല. എൻ്റെ ചോദ്യം ശ്രീ സുനിൽകുമാർ, എന്തിനാണ് ഈ 4 മന്ത്രിമാരുടെ 4 പേര് കൂടി ഉണ്ട് എന്ന് പറഞ്ഞൊരു അലക്കലക്കിക്കോ എന്ന് സുകേശനെ പോലെ ഒരാൾ പറയുന്നത്? സുകേശൻ അത് പറഞ്ഞു നമുക്ക് കൊണ്ടവർക്ക് അറിയോ നികേഷ്? ഇവർ പറയുന്നതാണല്ലോ. ആ കേസിന്റെ CD അവർ റിട്രീവ് ചെയ്തിരിക്കുന്ന CD പുറത്തു വിടട്ടെ. അങ്ങനെ സുകേശൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഈ പറഞ്ഞത് ഓർക്കുന്നില്ല. ജഡ്ജിന്റെ മുമ്പിൽ റിപ്പോർട്ട് അത് പുറത്തു വന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഉണ്ടായാൽ തന്നെ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഒരു വിജിലൻസ് SP യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരാതിക്കാരനായ ഒരാളോട് എന്തൊക്കെ പറയണമെന്നത് സംബന്ധിച്ചൊരു സാമൂഹ്യ ജ്ഞാനമുണ്ടല്ലോ. ആ സാമൂഹ്യ ജ്ഞാനത്തിൽ ഇത് ചേർക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആ ടെംപ്ലേറ്റിൽ ഇത് ചേർന്ന് പോകുന്നുണ്ടോ കൃത്യമായി? അല്ല നികേഷ്, അത് അന്വേഷിക്കട്ടെ. ഈ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. പക്ഷേ തമ്പാനൂർ രവിയുടെ കാര്യത്തിൽ ഈ ഒരു നിഗമനം ഇവർക്കുണ്ടായോ? ബെന്നി ബെഹന്നാന്റെ കാര്യത്തിൽ ഇവർക്ക് ഇതുണ്ടായോ? എന്നാൽ അതേ സമയത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് AICC പ്രസിഡന്റിന് ഒരു വ്യാജ കത്തയച്ചു. എവിടെ നിന്നാ കത്ത് വന്നു? ആര് കത്തയച്ചു? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ആരെങ്കിലും വ്യാജ കത്തയച്ചിട്ടുണ്ടോ? ആ ഗൂഢാലോചന അന്വേഷിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്ത് ഇതുപോലെ നടന്നിരിക്കുന്ന എത്ര സംഭവങ്ങൾ. മാണിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ VS അച്യുതാനന്ദൻ കൊടുത്ത കേസ് അതെവിടെ പോയി? PK രാജു കൊടുത്ത കേസ് എവിടെ പോയി? ഇതൊന്നും കാണാത്ത ഇവര് ആന ചോരുന്ന കാണുകയും കടുക് ചോരുന്ന ചോദ്യങ്ങളാണ്. എവിടുന്ന് ഉത്തരം കിട്ടുന്ന എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക് തന്നെ വരികയാണ്. സുനിലിനോട് ചോദിച്ച ചോദ്യം ചോദിക്കുകയാണ്. ഒരു SP പരാതിക്കാരനോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണോ സുകേശൻ ബിജു രമേശിനോട് സംസാരിച്ചിട്ടുള്ളത്? അതിനപ്പുറത്തേക്ക് SI ആയിരിക്കുമ്പോഴേ സുകേശനെ അറിയാം. മൊഴി നൽകിയവരെല്ലാം അത് മാറ്റി പറയുകയാണെങ്കിൽ അവരൊക്കെ പ്രതിയാകും. യമഹാ സുരേന്ദ്രൻ മൊഴി മാറ്റി നൽകിയിട്ടുണ്ട്. ഇന്ദു മൊഴി മാറ്റി നൽകിയാൽ പ്രതിയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പോലും ചോർത്തിക്കൊടുക്കുന്ന ഒരാളായി സുകേശൻ മാറുന്നു എന്നല്ല, അതിനപ്പുറത്തേക്ക് ബിജു രമേശിൻ്റെ ഗോഡ് ഫാദർ റോൾ വഹിക്കുന്നുണ്ട്. അല്ല, നമുക്ക് ഇന്ന് പത്രത്തിൽ വായിച്ച അറിവ് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. ഇവിടെ സുകേശൻ സംസാരിക്കുന്നതായുള്ള ശബ്ദരേഖ നമുക്ക് കിട്ടിയിട്ടില്ല. ബാർ ഉടമകളുടെ ഒരു സമ്മേളനത്തിൽ ബിജു രമേശ് നടത്തിയ പ്രസ്താവനകൾ അതാണ് ഈ CD-യുടെ പുറത്തു വന്നിരിക്കുന്നത്. അത് സുകേശൻ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായ വിവരണം ആകണമെന്നില്ല. ആ സന്ദർഭത്തിൽ അതൊരു December 31 ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അന്ന് എന്തിനു വേണ്ടി ബിജു രമേശിനെയൊക്കെ പറഞ്ഞു നമുക്കറിയില്ല. അതുകൊണ്ട് ആ വർത്തമാനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ബിജു രമേശ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടതായ സംയമനവും അച്ചടക്കവും ലംഘിച്ചുകൊണ്ട് പ്രതിയുമായി അല്ലെങ്കിൽ അന്വേഷണ വിധേയനായ വ്യക്തിയുമായി ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അത് നടത്തിയോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അത് ഉപയോഗിച്ച വാക്കുകൾ എന്ന് നമുക്കറിയില്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കൃത്യമായി പറയാൻ കഴിയില്ല.
പക്ഷെ ഇവിടെ അത് അങ്ങനെയുള്ള ഒരു ശബ്ദരേഖ വളരെ കാര്യമായി എടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണ്ടേ? ഇവിടെ ഒരു കേസിൽ വളരെ അത്യാവശ്യമായിരുന്ന നിർണായകമായ ടെലിഫോൺ രേഖകൾ, കോൾ രേഖകൾ അത് നശിപ്പിച്ചു എന്ന ഒരു IG മൊഴി നൽകിയിട്ടുണ്ടല്ലോ. എന്ത് നടപടിയുണ്ടായി? മറ്റു ചില കാര്യങ്ങൾ ശ്രീ സുനിൽകുമാറോട് ചൂണ്ടിക്കാണിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അർത്ഥമില്ലാത്ത ഒരു CD വിവാദം ഉണ്ടാക്കി അത് ഗൂഢാലോചന എന്നൊരു തിയറി സ്ഥാപിക്കാനുള്ള വ്യർത്ഥമായ ശ്രമം മാത്രമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കൾ എന്നെ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ചോദ്യം ചോദിക്കാതെ പോകുന്നത് മോശമല്ലേ? സുകേശൻ്റെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ഈ CD സ്വീകാര്യമല്ല എന്നും പരിശോധനയ്ക്ക് പോലും വിധേയമാക്കപ്പെടാൻ പാടില്ല എന്നും എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു CD ഉള്ള തുടരന്വേഷണ റിപ്പോർട്ടാണ് വിജിലൻസ് ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം ഇല്ലിക്കാടിൻ്റെ കോടതിയിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേ വിജിലൻസ് ഡയറക്ടർ തന്നെ ആ CD-യിൽ തങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അയച്ചു കൊടുത്തിരിക്കുന്നു. അതായത് വിജിലൻസ് ഡയറക്ടറുടെ റോള് ഈ CD-യുടെ കാര്യത്തിലെടുക്കുക, തങ്ങൾക്കെതിരായ കാര്യങ്ങൾ പരിശോധിക്കപ്പെടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിക്ക് അയച്ചു കൊടുക്കുക, തങ്ങൾക്ക് വേണമെന്ന് കരുതുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന് വിചാരിച്ച് ക്രൈംബ്രാഞ്ചിന് അയച്ചു കൊടുക്കുക. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊന്ന് നുള്ളി നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന്. അതൊക്കെ ആളുകൾ വിലയിരുത്തിക്കട്ടെ. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഈ കാര്യത്തിൽ എവിഡൻസ് ആക്ട് അനുസരിച്ച് എഡിറ്റ് ചെയ്യപ്പെട്ട CD കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ അടക്കമുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിയമവിദഗ്ധനല്ല, ബഹുമാനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള ആളുകൾ നിയമവിദഗ്ധന്മാർക്ക് അക്കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതൊരു കേസിൻ്റെ പരിഗണനാ വേളയിൽ നടക്കുന്ന കാര്യം. അതേ അവസരത്തിൽ തന്നെ അതിൽ അതീവ ഇപ്പം നികേഷ് തന്നെ ചോദിച്ചല്ലോ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിൽ മൊഴിയെടുക്കുന്നയാളിനോട് 4 പേരുടെ പേര് തട്ടിയേര്, ഒരു കാച്ചിയേര് എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ വിളിക്കുന്ന ആളിനോട് പറയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം വെളിപ്പെട്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയല്ല ചെയ്തത്. അതിന് വസ്തുതയുണ്ടോ, അതിലെന്തിരിക്കുന്നു എന്ന് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അന്വേഷിക്കുക വേണ്ട, ഒരു ഗവൺമെന്റ് ആ കാര്യങ്ങളൊന്നും ഒരന്വേഷണവും വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നാട്ടിൽ അവിടെ ഒരു വാദം സ്വാഭാവികമായും ഉയരുകയാണ്. ഈ ടേപ്പിൽ പക്ഷേ സുകേശന്റെ ശബ്ദമില്ല എന്ന് മലയാള മനോരമ അവസാന വാചകത്തിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ബാർകോഴ കേസിൽ ബാർ ഉടമകളുമായുള്ള സംഭാഷണമാണ് തെളിവായി സ്വീകരിക്കേണ്ടത് ആണല്ലോ. ഈ ടേപ്പിൽ ബാർ ഉടമകളുടെ സംഭാഷണം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് തെളിവായി സ്വീകരിക്കണമെന്ന വാദമുള്ളത്. നിങ്ങൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോകുന്നത് സുകേശനെതിരെയാണ്. ഈ ടേപ്പിൽ സുകേശനില്ല. അല്ല നികേഷ്, ഞാൻ നികേഷ് പറയുന്നത് കേട്ടാൽ ഈ ടേപ്പ് അടക്കം ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ് കോടതി റിപ്പോർട്ടിൽ അന്വേഷിച്ചിട്ടില്ല എന്ന് തോന്നും. കേരളത്തിലെ 2014 ഡിസംബർ 31 കൊച്ചിയിൽ ചേർന്ന ബാർ ഉടമകളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഈ ആരോപണവുമായി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കല്ലേ. ബാർ ഉടമകളുടെ എല്ലാ പ്രധാനപ്പെട്ട ഭാരവാഹികളും പങ്കെടുത്ത യോഗമാണത്. ഈ പറയുന്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ പങ്കെടുത്ത യോഗമാണത്. അവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ ഈ ടേപ്പ് പ്രധാനമാണ് എന്ന വാദം ബിജു രമേശ് ഉയർത്തുന്നത്. പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്നത് ബിജു രമേശിനെ കുറിച്ചോ ഈ ബാർ ഉടമകളെ കുറിച്ചോ അല്ല, SPR സുകേശിനെ കുറിച്ചാണ്. SPR സുകേശൻ എന്തെങ്കിലും പറയുന്നതായി ഈ ടേപ്പിൽ ഇല്ല. നികേഷ് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഈ പറയുന്നതിൽ അടക്കമുള്ള ബാർ ഉടമകളിൽ നിന്ന് കേരളത്തിലെ 700 ചില്ലുവാനം ബാർ ഉടമകളിൽ 300-ലധികം ആളുകളിൽ നിന്ന് വിജിലൻസ് അന്വേഷണ സംഘം മൊഴിയെടുക്കത്തിട്ടുണ്ട്. ആ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബാർ ഉടമകളിൽ നിന്നൊന്നും മൊഴിയെടുത്തിട്ടില്ല എന്ന് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? 300-ലധികം ബാർ ഉടമകളിൽ നിന്ന് വിജിലൻസ് സംഘം വിശദമായി മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ട്. അവർക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അന്വേഷണ സംഘം സുകേശനടക്കം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ
കാര്യം മറച്ചു വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്നതാണ്. അതേ അവസരത്തിൽ ഒരു ഗവൺമെന്റിലെ മന്ത്രിക്കെതിരെ അന്വേഷണ അഡ്വക്കേറ്റ് ഉദയഭാനു ഈ കാര്യത്തില് SP.R. സുകേശന്റെ റോളൊന്ന് പരിശോധിക്കുക. SP.R. സുകേശൻ അന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചത്, വസ്തുതാ റിപ്പോർട്ടിൽ എഴുതി വെച്ചത്, പിന്നീട് ടെലിവിഷൻ ചാനലുകൾ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തത്, ഇതെല്ലാം തന്നെയും SP.R. സുകേശന് വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നും ആത്മഹത്യയല്ലാതെ മുന്നിൽ വഴികളില്ല എന്നും 60% തെളിവുണ്ട് എന്നും കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി വിപുലമായ തരത്തിൽ FIR ഉറപ്പായിട്ടും ഇടാൻ കഴിയുന്ന വിധത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുമെന്നും പറയുന്നതൊക്കെയാണ്. അത് വസ്തുതാ റിപ്പോർട്ടായി ഡയറക്ടർ കൊടുക്കുകയും ഡയറക്ടർ പക്ഷേ മറ്റൊരു റിപ്പോർട്ട് അതിന്മേൽ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ മാണിക്കെതിരെ FIR ഇടേണ്ട എന്ന് തീരുമാനിക്കുകയും അതാണ് വിജിലൻസ് കോടതി തിരിച്ചയക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു തുടരന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ തുടരന്വേഷണത്തിൽ ബിജു രമേശിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ SP.R. സുകേശൻ്റെ ഒരു ലാംഗ്വേജിലേ അല്ല മറ്റൊരു ലാംഗ്വേജിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. അതിനുശേഷം സുകേശൻ മൗനമാണ്. നാളെ നമ്മൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് സുകേശനെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. സുകേശനെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം വന്നിരിക്കുന്നു, സുകേശന് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ റിപ്പോർട്ട് എങ്ങനെ രണ്ടാമത്തെ തുടരന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതിൽ ഇങ്ങനെയായി ഒരു വ്യക്തതയും എന്നെപ്പോലെ ഒരാൾക്കില്ല. താങ്കൾക്കൊരു വ്യക്തതയുണ്ടോ? എന്താണ് സുകേശൻ? ആ സുകേശൻ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് സർക്കാർ സുകേശനെതിരെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു? ഇതിനൊക്കെ എനിക്ക് ഉത്തരമില്ല. താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ അല്ലെങ്കിൽ അനുമാനിക്കാനാവുന്നുണ്ടോ? നികേഷിന്റെ അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഉള്ളത്. എനിക്ക് നേരിട്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ലഭിച്ചിട്ടില്ല ഈ നാളിതുവരെ. എന്നാൽ എൻ്റെ ഒരു അനുമാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊറയിൽ നശിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ആവശ്യമാണ്. മാത്രവുമല്ല, സമാനമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് മറ്റൊരു മന്ത്രിക്കെതിരെയാണ്, എക്സൈസ് മന്ത്രിക്കെതിരെ. ഹൈക്കോടതി ഇടപെട്ട് അത് 10 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നൊരു പത്രത്തിൽ വന്ന സൂചന ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതൊരു ഉദ്യോഗസ്ഥൻ തയ്യാറാകാതെ വന്നാലും സുകേശന് ഉള്ള അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്നതിന്റെ ഒരു സൂചന കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇത് ഇപ്രകാരം ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ നിർബന്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി വളരെ ശ്രദ്ധാപൂർവം ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. വിജിലൻസ് കോടതികൾ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെ നോക്കിക്കാണുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇത് വീണ്ടും തുടർന്നു പോകാനൊക്കെ ഇടവന്നു കഴിഞ്ഞാൽ അനുകൂലമല്ലാത്ത റിപ്പോർട്ട് ഞങ്ങൾക്കെതിരെ സമർപ്പിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുർഗതിയുടെ ഒരു സൂചന മാത്രമാണ് ശ്രീ നികേഷിലൂടെ എന്നുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ നികേഷ്, കേരളത്തിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും ഇപ്രകാരം ഒരു ഗൂഢാലോചന നടത്തിയെന്നുള്ള ഒരു പരാതി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അതേസമയം CBI നടത്തുന്ന അന്വേഷണത്തെ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടെത്താറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, പോൾ മുത്തൂറ്റ് വധക്കേസ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ കേരള പോലീസ് കുറ്റകരമായ രീതിയിൽ ഒരു കത്തി കണ്ടെടുക്കുന്നതിനും മറ്റും ശ്രമിച്ചു. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ശുപാർശകളെല്ലാം ഉണ്ടായി. പക്ഷെ ഏതെല്ലാമോ ഘട്ടത്തിൽ അതെല്ലാം ഒഴിവാക്കപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഉദയൻ കുമാർ എന്ന ചെറുപ്പക്കാരന്റെ ഉരുട്ടിക്കൊല, ആ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം നടത്തിയപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ നടത്തിയില്ല എന്ന ആക്ഷേപം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ പ്രതിയാക്കി ചേർത്ത് അന്വേഷണം നടത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സർക്കാരിന്റെ തന്നെ ഒരു ഏജൻസി ഒരു അന്വേഷണം നടത്തി അതിന്റെ മേലുദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും ആ പരിശോധനയ്ക്ക് വിധേയമാക്കിയ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കുകയും കോടതി അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അതിനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി വളരെ വിശദമായി നടത്തി അന്വേഷണം തൃപ്തികരമായ നിലയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ഒരു അന്വേഷണം, അന്വേഷണത്തിന്റെ മേലുദ്യോഗസ്ഥ സംഘം, മേലുദ്യോഗസ്ഥന് ശേഷമുള്ള ജുഡീഷ്യൽ സ്ക്രൂട്ടിനി, ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഈ കുരിശുമായി വരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൽ പാളിച്ചകളുണ്ട് എന്ന് ഒരു നോട്ടീസെങ്കിലും ഇതുവരെ കൊടുക്കാൻ സർക്കാരോ അല്ലെങ്കിൽ വിജിലൻസ് സംവിധാനമോ മേലുദ്യോഗസ്ഥരോ തയ്യാറായിട്ടുണ്ടോ?
അങ്ങനെ ഒരു അദ്ദേഹത്തിന് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിലല്ലേ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി നടത്തിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കേണ്ടത്, മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ചുമതലപ്പെടുത്തേണ്ടത്? ഇതൊന്നും ചെയ്യാതെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ശ്രീ നികേഷ്, ഞാൻ അനുമാനിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ ബിജു രമേശ് ഒരു വെളിപ്പെടുത്തൽ നടത്തി. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയും മറ്റ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയെയും അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്ത് അദ്ദേഹം പറഞ്ഞത് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് വാങ്ങിച്ചുന്ന മന്ത്രി എന്ന നിലയിൽ വാങ്ങിച്ചു എന്നല്ല ശ്രീ ബിജു രമേശ് പറഞ്ഞതാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയില്ല, അത് വാങ്ങിച്ചു എന്നുള്ളൊരു ആക്ഷേപം അതും ശ്രീ ബിജു രമേശിന്റെ കയ്യിൽ നിന്നുള്ള പൈസയല്ല, അസോസിയേഷന്റെ പണമാണ്. അങ്ങനെ ഒരു അറിവ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തെ ഒരു പൗരൻ ഈ ഖജനാവ് കട്ടിമുടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ അഴിമതി നടത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ ആരോപണവുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ദുർഗതി അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഗൂഢാലോചന കേസിൽ പെടുത്തും, നിങ്ങളെ ഒന്നും ശബ്ദിക്കാൻ അനുവദിക്കുകയില്ല. പരാതിക്കാരനായ ബിജു രമേശ്, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രീ ഉദയഭാനു ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്കാരനായ ബിജു രമേശിനെ അദ്ദേഹത്തിൻ്റെ തറവാട് വീട് പൊളിച്ചു കളയുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി. ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള നിലയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയോ ചെയ്താൽ ആ ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കും എന്ന നില നിങ്ങൾ കൊണ്ടുവരുന്നു. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്താൽ മാത്രം പോരല്ല, ശരിയാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന്. അതാണ് നേരത്തെ ശ്രീ സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. സോളാർ അഴിമതി ആരോപണത്തിൽ എങ്ങനെ മൊഴി കൊടുക്കണമെന്ന് സരിതയെ പഠിപ്പിച്ച KPCC ജനറൽ സെക്രട്ടറിയുടെ ടേപ്പ് പുറത്തു വന്ന കാലഘട്ടമാണിത്. എങ്ങനെ അബ്ദുള്ളക്കുട്ടിക്കെതിരായിട്ടുള്ള FIR റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞത് ഒരു MLA ആണ്. അവർക്കെതിരെ ഒന്നും ഒരു അന്വേഷണവും ഇല്ല, പകരം ഇതാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ ഉമ്മൻചാണ്ടി പറയുന്ന ആ ചെയ്താൽ പോരാ, ചെയ്യുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം എന്ന ആപ്തവാക്യവുമായി ചേർന്ന് പോകുന്നുണ്ടോ? ജോസഫ് എം പുതുശ്ശേരി. അല്ല, ഞാൻ അതിന് മറുപടി പറയാനൊരു പ്രയാസവുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ നിഗമനങ്ങളിലാണ് ഇതിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഒറ്റ കാര്യം വീണ്ടും വിനയപൂർവ്വം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. ഇപ്പം നികേഷ് പറഞ്ഞല്ലോ പരാതിക്കാരനായ ബിജു രമേശിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം നികേഷിനോട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുക. തിരുവനന്തപുരത്ത് അനധികൃതമായി നിയമവിരുദ്ധമായി സ്ഥലം കയ്യേറി കൈവശം വെച്ച് കെട്ടിടം നിർമ്മിച്ചു. കേരള ഹൈക്കോടതിയുടെ, സർക്കാരിൻ്റെ ഉത്തരവല്ല, കേരള ഹൈക്കോടതി കോർട്ടലക്ഷ്യ ഹർജിയിൽ കേരള ഹൈക്കോടതി നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പൊളിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് പരിശോധിക്കാൻ നികേഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ തയ്യാറാവുമെങ്കിൽ രേഖ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഹൈക്കോടതി ഉത്തരവ്, സർക്കാർ ഉത്തരവുകൾ നിയമവിരുദ്ധമായി. അപ്പോൾ സർക്കാരിനെതിരായി ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ അയാൾ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം ലഭിക്കണം എന്ന് വാദിക്കുന്ന നികേഷിന്റെ വാദമുഖം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരുമാകട്ടെ, സർക്കാരിനെതിരെ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും അവകാശമുണ്ട്. നിയമപരമായ മാർഗം അവലംബിക്കാം. ഒരു മാർഗം പരാജയപ്പെട്ടാൽ അതിന് അടുത്ത കോടതിയെ സമീപിക്കാം. കോടതി പരാതിക്കാരനെതിരാണ് എന്ന് പറയാൻ കഴിയുമോ? അതിനുള്ള നിയമപരമായ മാർഗങ്ങൾ അവലംബിക്കാം. പക്ഷേ സർക്കാരിനെതിരെ ഒരു ആരോപണം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിയമവിരുദ്ധമായി തോന്നുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, ബിജു രമേശിന്റെ വീട് പൊളിച്ചു കളയാൻ ഹൈക്കോടതി ഉത്തരവുണ്ടോ? അങ്ങനെയാണ് പൊളിച്ചു കളയണം, അതിന് സംശയമൊന്നുമില്ല. കാര്യത്തിൽ ആ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ല. ശ്രീ ജോസഫ് ശ്രീ പുതുശ്ശേരി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ്. ഈ കേസുമായി വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ട് പിന്നാലെ ശ്രീ ബിജു രമേശിനെ വൈരനിരാധന ബുദ്ധിയോടുകൂടി ഭരണത്തിന്റെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ്. അതിലൊന്നാണ്
വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ബിജു രമേശിന്റെ അച്ഛൻ സ്ഥാപിച്ച 50-ലേറെ വർഷ പഴക്കമുള്ള ഒരു ഹോട്ടൽ കെട്ടിടം അതിനടിയിലൂടെ ഏതോ തുരങ്കം പോകുന്നുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു മാറ്റണമെന്ന് ഉത്തരവ്. ശ്രീ ബിജു രമേശിന്റെ മാത്രമല്ല, അതിന്റെ സമീപ പ്രദേശത്ത് കിഴക്കേക്കോട്ടയിലെ ക്ഷേത്രം വരെ പോകുന്ന ഒരു തുരങ്കമാണ്. ബിജു രമേശിന് ഇത് മാത്രം കുഴപ്പം, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുഴപ്പമില്ല എന്ന് വന്നപ്പോൾ നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിനെതിരെ ശ്രീ ബിജു രമേശ് ഹൈക്കോടതിയിൽ വന്നു. നിയമപരമായ മാർഗം കൊണ്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് മാത്രമേ നടപടി ചെയ്യാവൂ എന്ന് നിർദ്ദേശം കൊടുത്ത് നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പൊളിക്കാൻ ഉത്തരവുണ്ടായിട്ടില്ല. ഇത് ഒന്ന്. മറ്റൊന്ന്, ബിജു രമേശിന്റെ മറ്റൊരു ഹോട്ടൽ മ്യൂസിയത്തിനടുത്തുള്ളത്. ആ ഹോട്ടലില് മുകളിലേക്ക് പണിത കെട്ടിടത്തിന്റെ റാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് കോർപ്പറേഷന് സമർപ്പിച്ചു. അതിനുള്ള പണവും അടച്ചു. അവരത് വൈകിച്ചു. ഇപ്പോ ശ്രീ മഞ്ഞളാംകുഴിയുടെ അടിയുടെ ഓഫീസുമായി സ്വാധീനിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുക. അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോളേജുകളിൽ റെയ്ഡ് നടത്തി, മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെടുത്തണമെന്ന് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ അലിഖിതമായിട്ടുള്ള ഉത്തരവിറങ്ങി. വേട്ടയാടുകയാണ് ഒരു മനുഷ്യരെ. ഷി ജോസഫ് അമ്പുച്ചേരി, അവസാനത്തെ അവസരം താങ്കൾക്ക്. സുനിലിന് സമയക്കുറവുള്ളത് കൊണ്ട് സുനിലിന് അവസരമില്ല. ഷി ജോസഫ് അമ്പുച്ചേരിക്ക് മാത്രം പറഞ്ഞോളൂ. അല്ല, ഉദയഭാനു വക്കീൽ പറയുന്നത് പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞത് ഈ കേസ് ആരോപണം ഉന്നയിച്ചതിന് ശേഷം വേട്ടയാടുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ആരോപണം വന്ന കാര്യമല്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് കൊടുത്ത കേസ്, ഞാൻ പറയട്ടെ, ക്ഷേത്രം ട്രസ്റ്റ് കൊടുത്ത കേസിൽ, കോർട്ടലക്ഷ്യ കേസിൽ അവരുടെ ഭൂമി കയ്യേറി അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പാലൊളി മുഹമ്മദ് കുട്ടി, ബഹുമാനപ്പെട്ട അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എഴുതി ഒപ്പിട്ടിരിക്കുന്ന ഫയലിന്റെ കോപ്പിയും ഉത്തരവിന്റെ കോപ്പിയും ഉദയഭാനു വക്കീലിന്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കാം. ഈ പ്രസ്താവന തിരുത്താൻ സ്വാഭാവികമായും ആ പൈപ്പ് കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഒപ്പം തന്നെ ശ്രീ വി എസ് സുനിൽകുമാർ MLA, അഡ്വക്കേറ്റ് ഉദയഭാനു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എഡിറ്റേഴ്സ് അവരിൽ ഇടപെട്ടതിന് നന്ദി. എന്താണ് പൈപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? അതിനടിയിൽ കൂടെ എന്തോ പൈപ്പ് പോകുന്നുണ്ട് എന്നും 50 വർഷം മുമ്പ് സ്ഥാപിച്ച വീടാണ് എന്നും ഇപ്പോഴാണ് ഗവൺമെന്റ് ആ പൈപ്പ് കണ്ടെത്തിയത് എന്നൊക്കെയാണ്. അല്ല, ഞാൻ പറയട്ടെ നികേഷ്, പൈപ്പല്ല, അല്ല, അങ്ങയോട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭൂമി കയ്യേറി കൈവശം വെച്ച് അനധികൃതമായി നിർമ്മാണം നടത്തുന്നു എന്ന കേസിലാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ഇനി ആ സുകേശന്റെ വീട്ടിന്റെ അടിയിൽ കൂടെ പൈപ്പ് പോകുന്നുണ്ടോ, അത് ദേവസ്വം ഭൂമിയാണോ എന്നത് സംബന്ധിച്ച ഒരു വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവിടുകയും വേണം. ഞാൻ നേരത്തെ പേരുകൾ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ആ പേരുകൾ പറയുന്നില്ല. നന്ദി എല്ലാവർക്കും.